ഹലോ കൂട്ടുകാരെ, എൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം ഈ പയർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു പയർ മെഴുക്കുവരട്ടി സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടി പയറും ഉള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ കഴുകിയെടുത്തു. പിന്നെ ഇത് ഇന്നലെ ഞാൻ ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് വീട്ടിലിരുന്നപ്പോൾ കുറച്ച് മീൻ വെട്ടി വെച്ചായിരുന്നു കേട്ടോ. അപ്പം ആ മീൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വൈകുന്നേരം വറുക്കുകയും ചെയ്തു. അപ്പം ബാക്കിയുള്ള കഷ്ണങ്ങൾ രാവിലത്തേക്ക് വറുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കുക്കറിലാട്ടോ ചോറ് വെക്കുന്നത്. കുക്കറിൽ ചോറ് വെക്കുമ്പോൾ വെള്ളം പിടിക്കാതെ നല്ല കലത്തിൽ വെക്കുന്ന പോലെ തന്നെ എങ്ങനെ വേവിച്ചെടുക്കാമെന്ന് ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാട്ടോ. ഇതുണ്ടോ, പയർ നമ്മൾ അരിഞ്ഞേക്കുന്ന വേറൊരു സ്റ്റൈലിലാട്ടോ. നീളം കുറച്ച് സൈഡിലേക്ക് ചെരിച്ചാണ് അരിഞ്ഞേക്കുന്നത്. അങ്ങനെ അരിയുമ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരികയും ചെയ്യും പെട്ടെന്ന് തന്നെ. പിന്നെ ഇതിന് വേറൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം പയർ അരിഞ്ഞു, അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പയർ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ചു. അത് നന്നായിട്ട് ചൂടായി വന്നപ്പം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉള്ളിയും ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ചൂടായി വന്നപ്പോഴേക്കും അതിൽ കടുകിട്ടു, വറ്റൽമുളക് ഇട്ടു, പിന്നെ തേങ്ങാക്കൊത്താട്ടു ഇട്ടത്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിന് പാകത്തിനുള്ള ഉപ്പ് ആദ്യം നമ്മൾ കുറച്ച് ചേർത്താൽ മതിയല്ലോ, പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. ഇങ്ങനെ അരിയുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ നീളത്തിൽ അരിഞ്ഞ് മെഴുക്കുവരട്ടി വെക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. ഇങ്ങനെ വെക്കുന്നവരാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, നല്ല അടിപൊളിയായിരിക്കും. അത് പയർ നമ്മൾ അടച്ച് സെറ്റാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ മീൻ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ടു. അപ്പോഴാണ് കുറച്ച് കരിയാപ്പില കൈ കിട്ടിയത്. അപ്പം ഒരു ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പയറിലേക്ക് കരിയാപ്പില ഇട്ടു. ഒപ്പം നമുക്ക് മീനിനും കൊടുത്തു, മീനിനൊരു പരാതി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ പയർ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ചുമ്മാതിരുന്നാൽ പറ്റത്തില്ല, ഇടയ്ക്കിടയ്ക്ക് പയറിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. പിന്നെ ഇത് നമ്മുടെ പുട്ടുപൊടിയാണ് കേട്ടോ. പുട്ടുപൊടി ചെറിയ ചൂടുവെള്ളം ചേർത്ത് ഉപ്പും ജീരകവും ചേർത്ത് നനച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. ഇന്ന് പുട്ടുണ്ടാക്കാൻ ഓർത്തു. പിന്നെ ഇത് ഇഡ്ഡലി പാത്രത്തിലാട്ടോ പുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടായി, അതിലേക്ക് 3 മുട്ട ഇട്ടിട്ടുണ്ട്. മറ്റൊരു തട്ടെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഏത്തപ്പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചു. നല്ല ഒറ്റ സെറ്റപ്പിൽ നടക്കുമല്ലോ, അതുകൊണ്ടാട്ടോ. അതിനുശേഷം മറ്റ് ലാസ്റ്റത്തെ തട്ടെടുത്ത് വെച്ചിട്ട് അതിലേക്ക് വാഴയില വെച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം കുറച്ച് തേങ്ങ ഇട്ടു, പിന്നെ പുട്ടുപൊടി ഇട്ടു, വീണ്ടും കുറച്ച് തേങ്ങ ഇടും, പുട്ടുപൊടി ഇടും. അങ്ങനെ ഓരോ ലെയറായിട്ട് തിരിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ട് കിട്ടുകയും ചെയ്യും, സമയവും ലാഭമുണ്ട്. ഒറ്റയടിക്ക് പരിപാടി തീരും. എല്ലാം പഴം പുഴുങ്ങാം, മുട്ട പുഴുങ്ങാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ്ടോ നമ്മുടെ കിച്ചൻ്റെ അവസ്ഥ കണ്ടോ. നമ്മുടെ പണികൾ തീർന്നിട്ടില്ല. ഇനിയും ഈ ചോറ് എങ്ങനെ സെറ്റാക്കി എടുക്കാമെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ കിച്ചണൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി. ഇതിങ്ങനെ നിരന്ന് വാരി കിടക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചോറ് ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും വെള്ളം പിടിച്ചിട്ടില്ല. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കൂടുതൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, വാർത്തെടുക്കുക. ഇതുണ്ടോ, നമ്മുടെ ചോറിലൊരു തുള്ളി വെള്ളം പിടിച്ചിട്ടില്ല കേട്ടോ. കലത്തിൽ വെക്കുന്ന പോലെ തന്നെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയറ് മെഴുക്കുവരട്ടി ഇതാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയല്ലേ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞ് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറേ സമയം എടുക്കും, കാണുന്നത് പോലെയല്ല. ഒരുപാട് ഇനി കുറേ പണികൾ അതിനിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിക്കാൻ നിന്നാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ.